ഞാൻ 3 തവണ ശബരിമലയിൽ പോയി തൊഴുതിട്ടുള്ള ആളാണ്. അവിടെ നമ്മൾ അവരുടെ അടുത്ത് പോവും. കാരണം അത് നമ്മുടെ ഗുരുസ്വാമി അവിടെ കൊണ്ടുപോകുന്നത്. കാരണം ആ ഗുരുസ്വാമി എന്ന് പറഞ്ഞാൽ ദീർഘകാലം എൻ്റെ കൂടെ വന്ന ഗുരുസ്വാമി എന്ന് പറഞ്ഞാൽ 30-40 കൊല്ലം ശബരിമല ചവിട്ടിയ ആളാണ്. അദ്ദേഹമാണ് നമ്മളവിടെ കൊണ്ടുവന്നത്. ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് പോയതാണ്. ആ സമയത്ത് നമ്മൾ കാണുന്ന ആ വിശ്വാസ പ്രമാണം അതാണ് അദ്ദേഹം കൊണ്ടുപോയത്. അപ്പോൾ നമ്മുടെ അതാണ് കേരളത്തിൻ്റെ സംസ്കാരം, അതിൻ്റെ പ്രതീകമാണ്. അത് CPM മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. യോഗി ആദിത്യനാഥിനെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കറിയാം, അദ്ദേഹം ഒരു ഹിന്ദു മുഖ്യമന്ത്രിയിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആവിഷ്കാരങ്ങൾ മുഴുവൻ. അദ്ദേഹം കാവ്യവസ്ത്രം അണിയുന്നു, അദ്ദേഹം ഹിന്ദു രാഷ്ട്രീയത്തിന് പ്രതിനിധിക്കുന്നു. നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ വ്യക്തമായിട്ടും ഹിന്ദു രാഷ്ട്രീയം പറയുന്ന ആളാണ്. അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയിലേക്ക് ആശംസിച്ച് അംഗീകരിക്കാം, പക്ഷേ അദ്ദേഹം മറുസ്ഥലത്തും ആശംസ നേർന്നിരിക്കുന്നു. പക്ഷേ ആ ഹിന്ദു രാഷ്ട്രീയം ഏത് നിലയ്ക്കാണ് ശബരിമലയെ കാണുന്നത് വളരെ വ്യക്തമാണ്. അവർ കാണുന്ന ഒരു ഹിന്ദു ഒരു ക്ഷേത്ര നിലയ്ക്കാണ്. അതല്ല, ഇതൊരു തദ്ദേശീയമായിട്ടുള്ള ഒരു സ്വഭാവമുള്ള ക്ഷേത്രമാണ്. അത് ഇപ്പോഴെങ്കിലും അംഗീകരിക്കാൻ കഴിഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യം. മറ്റ് ക്ഷേത്രങ്ങളെ വ്യത്യസ്തമാണ് ശബരിമല ചരിത്രം നമുക്കറിയാം. പക്ഷേ നമ്മുടെ മുമ്പിൽ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പന്തളത്ത് നടന്നതിന് അത് എത്രമാത്രം വിജയകരമായി മുന്നോട്ട് പോകും നമുക്കറിയാം. കേരള സമൂഹം അംഗീകരിക്കാൻ പോകുന്നത് നമുക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ ഇത് കേരളത്തെ സൃഷ്ടിക്കുന്ന ചില അലകളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഇതാക്കണം. ആ അലകളിലാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, യോഗി ആദിത്യനാഥ് പോലെ മുഖ്യമന്ത്രിയുടെ ആശംസ 2 സ്ഥലത്തും വരുമ്പോൾ ആ ആശംസ സമൂഹത്തിൽ എങ്ങനെയാണ് വ്യാപിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കണം. അതുകൊണ്ട് ഞങ്ങൾ ന്യൂനപക്ഷ വികസന പേജ് നടത്തും, അത് നടത്തുമല്ല, അതൊന്നല്ല അതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് മതത്തെയും വിശ്വാസത്തെയും കൊണ്ടുവന്നിരിക്കുകയാണ്. അതൊരു ചർച്ചാ വിഷയം മാറിക്കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും അതിനകത്ത് മുതലെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട്. ആ മുതലെടുപ്പ് ആര് നടത്തുന്നതിനെക്കുറിച്ച് ജാഗ്രത നമുക്ക് വേണം. അതിന് പരിഹാരക്രിയ നിലയ്ക്ക് നമ്മൾ അവിടെ നടത്തി വേണുവിനോട് ഞാൻ വിയോജിപ്പ് രേഖപ്പെടുത്തുക. ഫലസ്തീനെ കുറിച്ചിട്ട് ഇടതുപക്ഷം സംഘം നടത്തുന്നത് അതൊരു മുസ്ലിം സംഗമമൊന്നല്ല. കാലങ്ങളായിട്ട് ഇടതുപക്ഷത്തിൻ്റെ CPM നിലപാട് സാമ്രാജ്യത്വ വിരുദ്ധ. അതിൻ്റെ ഭാഗമായിട്ട് ഫലസ്തീൻ നിലപാട് പണ്ടുള്ളതാണ്. അത് തെറ്റിദ്ധരിപ്പിക്കേണ്ടാവാൻ കാര്യം ഒരു മുസ്ലിം അനുകൂല നിലപാടൊന്നുമല്ല. അത് സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് കോൺഗ്രസ് നിലപാട് തന്നെയാണ്. ഫലസ്തീൻ അനുകൂലമായിട്ട് നിലപാട് തന്നെയാണ് എക്കാലത്തും ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി ഇടതുപക്ഷവും കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. അതിനെ അംഗീകരിക്കും നമ്മൾ. അതിനൊരു മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം കാണുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാര്യം അതല്ല. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മുമ്പിൽ വീണ്ടും വിശ്വാസ സമൂഹത്തെ ഇതിനകത്ത് കൊണ്ടുവന്നു. സജി ചെറിയാനൊക്കെ പറയുന്ന സംബന്ധിച്ച് സജി ചെറിയാനൊക്കെ കേരളത്തെ സംബന്ധിച്ചോളം വളരെ അരാഷ്ട്രീയ പ്രസ്ഥാനം നടത്തുന്ന മന്ത്രിയാണ്. കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ അരാഷ്ട്രീയ പ്രസ്ഥാനം നടത്തുന്ന മന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് സജി ചെറിയാനാണ്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊന്നും മനസ്സിലായി. അദ്ദേഹം രാഷ്ട്രീയം ഒന്നല്ല പറയുന്നത്. യോഗി ആദിത്യനാഥ് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞാൽ അദ്ദേഹത്തിന് യോഗി ആദിത്യനെക്കുറിച്ച് അതിനെക്കുറിച്ച് സംശയമൊന്നില്ല. ഒരു കാര്യമാണ് പറഞ്ഞോട്ടെ, കർണാടക മന്ത്രി കേരള പ്രശംസിച്ചത് നല്ല കാര്യം. ആ പ്രശംസ നമ്മുടെ കേരളീയർക്ക് മുഴുവൻ പ്രശംസയാണ്. അത് കേരളത്തിലൊരു ഇതര സംസ്ഥാന മന്ത്രി വന്നാൽ കേരളത്തെ അവമതിച്ച് പോകുന്ന ആവശ്യമില്ല. അത് സർക്കാരിന് കൊടുത്ത ക്രെഡിറ്റ് ആണല്ലോ. കേരളത്തിൻ്റെ ഇതര സംസ്ഥാനത്തൊരു മാന്യനായിട്ടുള്ള അദ്ദേഹം വളരെ മാന്യനും മര്യാദക്കാരനോട് കേരളത്തെ പ്രശംസിച്ചു, അത്രേ കാണുന്നു. പക്ഷേ അതേസമയം കർണാടകത്തെ ഞാൻ വേറെ രീതിയിൽ കാണുന്നുണ്ട്. ദസറ ഉത്സവം നിങ്ങൾ ആലോചിക്കണം. അവിടേക്കാണ് സെക്യുലറിസത്തിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു തിളക്കം നമ്മൾ കാണുന്നത്. അവിടെ മൈസൂർ ദസറ ഉത്സവം ഉദ്ഘാടനം ചെയ്താരാ? ബാനു മുസ്താഖ്. അവിടെയാണ് ഒരു നെഹ്റുവിയൻ സോഷ്യലിസം സെക്യുലറിസം വിളിക്കുന്നതിൻ്റെ മാന്യതയും മര്യാദയും അതിൻ്റെ ഒരു മഹത്വവും അതിൻ്റെ അന്തസ്സും മനുഷ്യാന്തസ്സിൻ്റെ ഏറ്റവും വലിയ ഗംഭീരമായി കാണുന്നത് അത്തരം കാര്യങ്ങൾ. അവിടെ വിശ്വാസമല്ല, അവിടെ ആ ഉത്സവം മതേതരമാണെന്നും അത് ജനങ്ങൾ മുഴുവൻ പങ്കാളിത്തമുള്ള അതാണ് ആ കൊടിക്കൂറയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. അപ്പോൾ ആ മാതൃക നമുക്ക് കേരളത്തിൽ അതുണ്ടായിരുന്നു. പക്ഷേ നമ്മളിന്ന് ഈ ജാതി വ്യവഹാരങ്ങളിലും വിശ്വാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വിശ്വാസങ്ങളിൽ ഉണ്ടാവും, വിശ്വാസം എല്ലാ സമൂഹത്തിലുണ്ട്, വിശ്വാസികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. പക്ഷേ വിശ്വാസത്തിന് കൊടുക്കുന്ന അമിത പ്രാധാന്യം അതിനെ മുഖ്യരാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ അത് സൃഷ്ടിക്കുന്ന ആഘാതം തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് കിട്ടാനും പോകുന്നില്ല. അത് കേരളം ചിത്രിപ്പിക്കുന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും പാഠമാകേണ്ടതെന്ന് പറയുന്നു. ശരി, അങ്ങ് പറഞ്ഞ ബാനു മുഷ്താഖിനെയും തടയാനുള്ള നീക്കം ഉണ്ടാവുകയുണ്ടായി. BJPയുടെ ഒരു MP, ഒരു മുൻ MLA ഒക്കെ സുപ്രീം കോടതി വരെ പോയതാണ്. സുപ്രീം കോടതി ഓടിക്കുകയും ചെയ്തതാണ്, അല്ലേ ദാമോദർ? പിന്നെ ഞാൻ ആ പലസ്തീൻ ഐക്യദാർഢ്യ സംഗമത്തെ പറ്റി പറയാനുള്ള കാരണം രാജു CJP എന്ന് പറഞ്ഞതുകൊണ്ടാണ്.